കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം റബ്ബർ വില വീണ്ടും 200-ലെത്തി. ഉൽപാദനം കുറഞ്ഞെന്നും ഡിമാൻഡ് കൂടിയതുമാണ് വില ഉയരാൻ കാരണമായത്. ആഴ്ചകളുടെ ഇടവേളയ്ക്ക് ശേഷം റബ്ബർ ഷീറ്റ് വില 200-ലെത്തിയിരിക്കുകയാണ്. RSS 4 ഗ്രേഡിന് 200 രൂപയും RSS 5-ന് 197 രൂപയുമാണ് വില. ഉൽപാദനത്തിൽ ഗണ്യമായ കുറവുള്ളതിനാൽ ഷീറ്റിനും ലാറ്റക്സിനും ക്ഷാമമുണ്ട്. ലാറ്റക്സ് വിലയും ഉയർന്നു നിൽക്കുകയാണ്. ലാറ്റക്സ് 141 രൂപയിലാണ് വ്യാപാരം. റബ്ബർ വില ഇനിയും കുടിയേക്കുമെന്നാണ് കച്ചവടക്കാർ നൽകുന്ന സൂചന. ഡിമാൻഡ് ഉയരുന്നത് ശുഭസൂചനയാണെന്ന് കർഷക സംഘടനകളും അഭിപ്രായപ്പെടുന്നു. ഇനിയുള്ള 2 മാസം റബ്ബർ ടാപ്പിംഗ് തീരെ കുറഞ്ഞ അളവിലായിരിക്കും. അതുകൊണ്ട് തന്നെ വിപണിയിലേക്ക് ചരക്ക് വരുന്നതും കുറയും. വ്യവസായികൾ കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതിയിലൂടെയാണ് കുറവ് പരിഹരിക്കുന്നത്. ലാറ്റക്സ് കമ്പനികൾക്കും ആഴ്ചകളുടെ സ്റ്റോക്ക് മാത്രമേയുള്ളൂ. ഒട്ടുപാൽ വിലയിലും ഗണ്യമായ വർധനയുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ 250 രൂപയിലെത്തിയ വില പിന്നീട് ഘട്ടം ഘട്ടമായി താഴുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊപ്ര സംഭരണത്തിനായി കൃഷി വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. താങ്ങുവില പദ്ധതി പ്രകാരം ഈ സീസണിൽ 30,000 മെട്രിക് ടൺ മിൽക്ക് കൊപ്രയും 3,000 മെട്രിക് ടൺ ഉണ്ടക്കൊപ്രയും സംഭരിക്കും. താങ്ങുവില പദ്ധതി പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം മിൽക്ക് കൊപ്രയും ഉണ്ടക്കൊപ്രയും സംസ്ഥാനത്ത് നിന്ന് സംഭരിക്കാൻ കേന്ദ്ര കാർഷിക മന്ത്രാലയം നേരത്തെ അനുമതി നൽകിയിരുന്നു. സംഭരണ പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ ഏകോപിപ്പിക്കുന്നതിന് നിരീക്ഷണ സമിതികളും രൂപീകരിച്ചിട്ടുണ്ട്. മിൽക്ക് കൊപ്ര കിൻഡലിന് 11,582 രൂപ നിരക്കിലും ഉണ്ടക്കൊപ്ര കിൻഡലിന് 12,100 രൂപ നിരക്കിലുമാണ് സംഭരിക്കുക. കൊപ്ര സംഭരണത്തിന്റെ സീലിംഗ് ഒരു തെങ്ങിൽ നിന്ന് 70 തേങ്ങ എന്ന രീതിയിൽ കണക്കാക്കിയാണ് സംഭരണം. സംഭരണം ആരംഭിക്കുന്ന തീയതി മുതൽ 3 മാസത്തേക്ക് കൊപ്ര സംഭരിച്ച് നാഷണൽ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് കൈമാറുന്നതിന് സർക്കാർ അംഗീകാരം നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റബ്ബർ ടാപ്പിംഗിന് ഇനി ഓൺലൈൻ സംവിധാനം. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള INR കണക്ട് പദ്ധതി വഴിയാണ് ഈ സംവിധാനം ആരംഭിക്കുന്നത്. തോട്ടുടമകൾക്കും ഏജൻസികൾക്കും പദ്ധതിയിൽ അംഗമാകാം. റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടത്തുന്നതിനുള്ള ഏജൻസികളെയും തോട്ട ഉടമകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഓൺലൈൻ പദ്ധതിയാണ് INR കണക്ട് പദ്ധതി. ടാപ്പിംഗ് നടത്താതെ കിടക്കുന്ന തോട്ട ഉടമകൾക്ക് സോഫ്റ്റ്വെയറിൽ വിവരങ്ങൾ നൽകാം. ടാപ്പിംഗ് നടത്തുന്ന ഏജൻസികൾക്കും ഇതിൽ വിവരം പങ്കുവയ്ക്കാം. തോട്ടത്തിനും ഏജൻസിക്കും ബോർഡ് സാക്ഷ്യപത്രം നൽകും. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പരിശീലനവും നൽകും. തോട്ട ഉടമകൾ, ടാപ്പിംഗ് ഏജൻസികൾ, ടാപ്പിംഗ് തൊഴിലാളികൾ എന്നിവരെ ചേർക്കാനുള്ള സോഫ്റ്റ്വെയർ റബ്ബർ ബോർഡ് തയ്യാറാക്കുകയാണ്. റബ്ബർ വിലയിടിവ്, വർദ്ധിച്ച കൃഷിച്ചെലവ്, തൊഴിലാളി ക്ഷാമം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഇന്ത്യയിൽ 25% വരെ തോട്ടങ്ങൾ ടാപ്പിംഗ് ഇല്ലാതെ കിടക്കുകയാണെന്നാണ് റിപ്പോർട്ട്. പദ്ധതി ആരംഭിക്കുന്നതോടെ ഇതിനൊരു പരിഹാരമാവും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാളികേര വില റെക്കോർഡിലെത്തിയിട്ടും കടുത്ത പ്രതിസന്ധിയിലാണ് കർഷകർ. നാളികേരം കിട്ടാനില്ലാത്തതാണ് പ്രധാന കാരണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാളികേര വില സർവ്വകാല ഉയരത്തിൽ തുടരുകയാണ്. അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത വിധത്തിലാണ് നാളികേരത്തിന്റെ വില ഓരോ ദിവസവും കുതിച്ചുയരുന്നത്. 1 കിലോ നാളികേരം വിപണിയിലെത്തിച്ചാൽ ശരാശരി 70 രൂപ വരെ ഇന്ന് ലഭിക്കും. മണ്ടരിയും മഞ്ഞളിപ്പും വ്യാപകമായി പടർന്നു പിടിച്ചതോടെ മിക്ക തോട്ടങ്ങളിലെയും തെങ്ങുകളിൽ നാളികേരം ഇല്ലാത്ത അവസ്ഥയാണ്. അഥവാ നാളികേരമുള്ള തെങ്ങുകളിലാവട്ടെ വിരലിലെണ്ണാവുന്ന തേങ്ങകൾ മാത്രമാണുള്ളത്. നാളികേരത്തിന് വില വർദ്ധിച്ച സമയത്ത് മലഞ്ചരക്ക് വ്യാപാരികളും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. സാധാരണ മലഞ്ചരക്ക് വ്യാപാരികൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നാളികേരം കയറ്റി അയക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം പോലും നാളികേരം വിൽപ്പന നടത്താനാവാത്ത സ്ഥിതിയാണുള്ളത്. നാളികേരത്തിന് പുറമെ ചിരട്ടയ്ക്കും വിപണിയിൽ റെക്കോർഡ് വിലയുണ്ട്. 30 മുതൽ 35 രൂപ വരെ ചിരട്ടയ്ക്ക് വിപണിയിൽ വില ലഭിക്കും. എന്നാൽ നാളികേരം കിട്ടാക്കനിയായതോടെ ചിരട്ട വിൽപ്പനയും ഇല്ലാത്ത അവസ്ഥയാണ്. നാളികേരത്തിന്റെ വില വർദ്ധിക്കുന്നതിനൊപ്പം നാളികേര ഉൽപ്പന്നങ്ങളും സർവകാല റെക്കോർഡിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.